ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ വാക്ക് കേട്ടിട്ട് പോയി നാണം കെടാൻ നിൽക്കേണ്ടയുടെ പിള്ളേരെ എന്ന് അച്ഛൻ മക്കളോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് നിധിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. നിധി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് നിധി ഇവരുടെ അടുത്തേക്ക് വന്നു. അച്ഛൻ പറയുന്നത് കേട്ട് നിങ്ങൾ മനസ്സ് മാറുമൊന്നും വേണ്ട, നമുക്ക് എന്തായാലും പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. അതിലൊരു മാറ്റവും ഇല്ല എന്നും നിധി ഇവരോട് പറയാം. എന്താ അങ്ങനെ പോരെയെന്ന് ചോദിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 4 പേരും കൂടി പോകും കേട്ടോ. ആ സമയത്ത് അവിടെ നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ലളിത അവർക്കൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ലളിത വന്ന് വാതിൽ തുറക്കുമ്പം ഇവരെല്ലാവരും കൂടെ വന്ന് നിൽക്കുക. വന്ന് പോലീസിനെ കൂട്ടി വന്നു. ഇന്നെന്താ കൂടെ പട്ടാളമാണോ എന്ന് നിധിയോട് ചോദിക്കുമ്പം അല്ല, കൂടെ ഇവരാണെന്നും പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കുക. ഒരു നിമിഷം നോക്കിയപ്പോൾ ലളിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. കൂടെ വാനര സംഘം ഉണ്ടോ, ഇന്നെന്താ ഉദ്ദേശം എന്ന് പുള്ളിക്കാരി ചോദിച്ചു. വീട് കയറി ആക്രമിക്കാനാണോ അതോ ഇവരിന്ന് ഞാനെന്ന് പറഞ്ഞ് ഗിരീഷ് നിൽക്കുമ്പോൾ സുധീഷേടാ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളായിട്ട് വിഷയമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നും സുധീഷ് അനിയനോട് പറഞ്ഞു കൊടുക്കുക. പ്ലീസ്, ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് പറയാം നിധി. നിങ്ങളൊക്കെ ഇവിടെ വന്ന് എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ആരാ ലളിതേ എന്നകത്തുനിന്ന് ഒരു ശശിരി, അപ്പോൾ കുടുംബത്തിൻ്റെ പേര് കേട്ട് എൻ്റെ അമ്മ പെറ്റിട്ട ഒരുത്തനില്ലേ, വലിയ വയസ്സു വീട്ടിൽ ഭാസ്കരൻ, അവൻ്റെ 3 വാനരന്മാരും അതിലൊരുത്തൻ്റെ കെട്ടിയോളുമാണെന്ന് ലളിത അവിടെ നിന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വന്നതല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ നിനക്കെന്ത് അവകാശമോ പെണ്ണേ എന്ന് ലളിത നിധിയോട് ചോദിച്ചപ്പോഴത്തേക്കും ഭർത്താവ് ഇറങ്ങി വന്നു. അന്നത്തെ പോലീസ് സ്റ്റേഷൻ വിഷയത്തോടെ നിങ്ങളോട് സംസാരിക്കാനേ പാടില്ല എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോയത് നിങ്ങളല്ലേ അമ്മാവ എന്ന് വന്ന് സുധീഷ് ചോദിക്കും. അമ്മാവനോ, ആരാടാ നിൻ്റെ അമ്മാവൻ എന്ന് ചോദിച്ചു. അമ്മായിയെ കേട്ടാ പിന്നെ അമ്മാവൻ നല്ലതല്ലോ, പിന്നെ എന്താന്നാ വിളിക്കുന്നതെന്ന് ഗിരീഷ് ചോദിച്ചു. അപ്പോൾ അയ്യടാ നീ അങ്ങനെ എന്നെ അമ്മായി ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നിവൃത്തിയില്ലാണ്ടായി പോയതുകൊണ്ടാണെന്ന് ഗിരീഷ് പറയുമ്പം എന്തോ ഓർക്ക പറയടാ എന്ന് ലളിത. ഹരീഷ് എന്നും പറഞ്ഞുകൊണ്ട് നിധി അന്നേരം പറയാൻ മിണ്ടരുതെന്ന്. അപ്പോൾ ആരാളിയാ എന്താന്ന് ചോദിച്ചു. വല്യച്ഛനും ഇറങ്ങി വന്നു. അപ്പോൾ ആരാ ഇതാ, നിൻ്റെ ചീത്തവിളി കേട്ടപ്പോഴേ തോന്നി, എന്താടാ നീയൊക്കെ കൂടെ വന്നതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു വല്യച്ഛൻ. അപ്പോഴേക്കും ദേ ഇറങ്ങി വരും നമ്മുടെ സുനന്ദ. പോയി അകത്തിരിക്കടി എന്ന് സുനന്ദയോട് പോടി എന്ന് അച്ഛനും. അപ്പോഴും സുനന്ദ ഇങ്ങനെ നിൽക്കാം. ഞങ്ങൾ സുനന്ദയുടെ കാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അവളുടെ കാര്യം സംസാരിക്കാനും ചെയ്യാനും ഞങ്ങളിവിടെ ഉണ്ട്, അത് തന്നെ ധാരാളമാണെന്ന് ലളിത പറഞ്ഞു. അധികം സംസാരിക്കാൻ നിൽക്കാൻ നിങ്ങൾ പോകാൻ നോക്കുക വച്ചെന്നും പറഞ്ഞുകൊണ്ട് ലളിത ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടനെ തിരിച്ചും ഇഷ്ടമാണെന്ന് പറയുമ്പം ഇവരിങ്ങനെ നോക്കുക നിധിയെ. അത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ ഒരുമിച്ച് വന്നതെന്ന് നിധി പറയുക കേട്ടോ. പല്ലെറിഞ്ഞ് പിടിച്ചാണ് ലളിതയൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ഒരു വീട്ടിൽ വന്ന് എങ്ങനെ പെണ്ണ് ചോദിക്കണമെന്നൊന്നും എനിക്കറിയില്ല, ചോദിച്ച് പഴക്കവും ഇല്ലാന്നും നിധി പറയണു. വിരോധം ഇല്ലെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സാവകാശം സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു നിധി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കണം നിനക്കല്ലേ എന്ന് പുള്ളിക്കാരി ചോദിക്കുകയാണ്. അതും എൻ്റെ മോളെ ആ കോന്തന് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം പറയാനല്ലേ, നീ ആള് മോശമല്ലല്ലോടി എന്ന് ലളിത. ദേ ഇവന്മാർക്കോ കുടുംബത്തോടെ നാണവും മാനവും ഇല്ല, ഇവന്മാരുടെ കൂടെ ചേർന്ന് നീ ഇങ്ങനെയായോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മോൾക്ക് ദുബായിക്കാരനൊരു ചെറുക്കനെയാണ് കണ്ടുവച്ചിരിക്കുന്നത്, നല്ല അന്തസ്സും ആഭിജാത്യമുള്ള നല്ല തറവാട്ടി പറന്നു വരുന്നത്. അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം പുറത്തു വന്നത് കേൾക്കുക കേട്ടോ. അങ്ങനെ ഒരു ബന്ധം വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ ഒരു കൊലപ്പുള്ളിയുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ലളിത ചോദിക്കുക നിധിയോട്. ഇവരെല്ലാവരും ആകെ വല്ലാത്തൊരിതിൽ നിൽക്കുകയാണ്. ഒരു മരക്കഴുതകളെ, ഇവൾക്കോ കാര്യങ്ങൾ അറിയില്ല എന്നെങ്കിലും കരുതാം, പക്ഷേ ഇവൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ലളിതയുടെ മോളെ കല്യാണം ആലോചിക്കാമെന്നും കരുതി ഇവളുടെ വാലെ തൂങ്ങി വരാൻ നിനക്കൊന്നും ഒരു ഉളുപ്പും ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ കളിയാക്കുക. ഇതെല്ലാം ഇവരിൽ നിന്ന് കേൾക്കുക കേട്ടോ. അതെങ്ങനെയാ ആ സനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കാണുന്ന വർഗങ്ങളല്ലേ, നാണം കേട്ട നാറികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അപമാനിച്ച് അങ്ങ് വല്ലാണ്ടാക്കുക കേട്ടോ ലളിത. നാട്ടുകാരെല്ലാം ഇത് കേട്ട് നിന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കുവാണ്. അപ്പോൾ നീ പഠിച്ച പെണ്ണാണെന്നാണല്ലോ പറയുന്നത്, സാമാന്യബോധം എന്നത് നീ ഒരു കോളേജിലും പഠിച്ചിട്ടില്ലേ എന്ന് ലളിതയുടെ ഭർത്താവ് നിധിയോട് ചോദിക്കുന്നു. നീ ഇവരെയും കൂട്ടി വന്ന് സംസാരിച്ചാലേ ധനശേഖരൻ ഒരു കൊലയാളിയുടെ മോന് മകളെ കെട്ടിച്ചു കൊടുക്കുന്നു നീ കരുതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഹരീഷിന് രക്തം തിളയ്ക്കുവാണ്. അപ്പോൾ ഇവരുടെ അച്ഛനോടുള്ള ദേഷ്യം ഇവരോട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിധി അന്നേരം ഇവരോട് ചോദിക്കുക തിരിച്ച്. ഒന്ന് സമാധാനത്തോടെ നിങ്ങളുടെ മകളോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറയാം, അപ്പോഴും സുനന്ദ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം, അവളുടെ മനസ്സ് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ എന്ന് നിധി അന്നേരം പറഞ്ഞു. സുഭാഷ് ഏട്ടനോട് അല്പം നേരം ഒന്ന് സംസാരിച്ച് നോക്ക്, ആ മനസ്സ് എങ്ങനെയുള്ളതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും നിധി പറയാട്ടോ. എടാ
ഇത്തിരി എളുപ്പം മുതലേ കാണാൻ തുടങ്ങി അവനെ ഇനി നീയായിട്ട് വന്ന് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് നിധിയോട് അന്നേരം ലളിതയുടെ വക ഡയലോഗ്. എൻ്റെ മോൾക്ക് ഞാൻ അതിലും അന്തസ്സുള്ള ആളെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ലളിത പറയാം. നിങ്ങൾ കണ്ടെത്തിയ ആൾ കൊള്ളുന്ന ആളായി മാത്രം മതി, അയാളെ നിങ്ങളുടെ മകൾക്കും ഇഷ്ടപ്പെടണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും ഉപദേശം തൽക്കാലം എടുക്കുന്നില്ല എന്ന് വല്യച്ഛൻ നിധിയോട് പറഞ്ഞു. ഉപദേശിക്കല്ല അങ്കിളെ, അപേക്ഷിക്കുകയാണെന്ന് നിധി അന്നേരം പറയാട്ടോ. വളരെ താഴ്മയോടെ നിധി സംസാരിക്കുന്നത്, അതും സുഭാഷ് ചേട്ടന് വേണ്ടിയല്ല, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് നിധി അന്നേരം ഇവരോട് പറഞ്ഞു. ദേ നോക്ക്, നിങ്ങളിപ്പം നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്ക്, അവൾ പറയും സുഭാഷ് ചേട്ടനെ ഇഷ്ടമെന്ന്. ഭയങ്കര കരച്ചില്ല സുനന്ദ അവിടെ നിന്ന് പേടിയും. അപ്പം നിങ്ങളുടെ വാശിക്ക് വേണ്ടി അവളുടെ ജീവിതം കുരുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇവർ തുറച്ച് തന്നെ നോക്കി നിൽക്കാം. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരാന്ന് പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പോകും. അത് നിർത്ത്, എൻ്റെ മോളെ ചെറുപ്പം മുതൽ ഓരോന്ന് പറഞ്ഞ് വശീകരിച്ചത് അവനെന്നും പറഞ്ഞ് ലളിത അന്നേരം നിധിയോട് പറയുക. അവൻ്റെ ഇവളുടെയും പ്രായം നോക്കണ്ടടി, ആദ്യം 12 വയസ്സാണ് വ്യത്യാസമെന്ന് ലളിത നിധിയോട് പറഞ്ഞു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൽപ്പണിക്ക് പോയി തുടങ്ങിയതാണ് അവൻ, അന്ന് അവന് പ്രായം 15 വയസ്സാണെന്നും. അങ്ങനെ സുഭാഷിനെ പറ്റി അറിയാത്ത കാര്യങ്ങളെല്ലാം ലക്ഷ്മി പറയാം. അന്ന് എൻ്റെ കുട്ടി ഇവിടെ മുട്ടിൽ എഴയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം പറയാം. അന്നൊക്കെ വന്ന് ഞങ്ങൾ ആരും അറിയാതെ തോളിലെടുത്ത് കൊഞ്ചിച്ച് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ലളിത പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പം അത് അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ അവനെ ഞങ്ങളങ്ങ് അവസാനിപ്പിച്ചേനെന്നൊക്കെ അതേ അളിയാ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ. അപ്പോൾ നിധി ഇതൊക്കെ കേട്ട് വല്ലാത്തൊരിതിൽ നിൽക്കാം. ഇത്തിരി പ്രായം കൂടി ആണുങ്ങളോട് ചില പെണ്ണുങ്ങൾക്ക് ചില ആകർഷണമൊക്കെ തോന്നിയെന്ന് വരും എന്ന് കരുതി പിടിച്ചും കെട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ മക്കൾ ചെല്ലാൻ പറഞ്ഞു. ഇതിനൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയണമെന്ന് ചോദിച്ചു. ഈ പെണ്ണ് വിളിച്ചപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ കൂടെ വരാൻ തയ്യാറായി അല്ലേടാ? നിങ്ങളുടെ നിലയും വിലയും എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണ്ടായിരുന്നോടാ എന്നൊക്കെ വല്യച്ഛൻ ചോദിക്കാം. നിങ്ങളിവിടെ വന്ന് പെണ്ണാലോചിച്ച് തന്നെ ഞങ്ങൾക്ക് നാണക്കേടല്ലേ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയാം. ഇതാ ഞാൻ ആദ്യമേ വരണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പോട്ടെ, ഇങ്ങനെ നാണം കണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഹരീഷ് ചോദിക്കാം. അപ്പോൾ ഹരീഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നികേഷ് വിളിച്ചത് മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ദേഷ്യപ്പെടും. നാട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എടി നിന്നെ പോലെ ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരാൻ നാണമില്ലേ എന്നൊക്കെ നിധിയോട് ലളിത ചോദിച്ചു. അതങ്ങനെ നാണവും മാനവും ഉള്ളവളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വദേശ് പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. നിങ്ങളുടെ മകളെ സുഭാഷ് ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിധി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളെയും കുട്ടി ഇവിടെ വന്നതെന്ന് സുധീഷ് പറഞ്ഞു. മര്യാദ എന്താണെന്ന് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനേ പാടില്ലായിരുന്നെന്ന് സുനന്ദയുടെ അച്ഛൻ ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടാ എന്നൊക്കെ ചോദിച്ച് റോസ്കൽസ് എന്നൊക്കെ വിളിക്കുന്നു. ഇനി ഒരു നിമിഷം ഇടുന്നത് ഞാൻ അയാളെ അടിക്കുമെന്ന് ഗിരീഷ് അന്നേരം പറഞ്ഞപ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞ് ലളിത. ഓ അപ്പോൾ അത് ശരി, ഞങ്ങളുടെ വീട്ടിൽ കയറുമെന്ന് ഞങ്ങളെ തല്ലാൻ നോക്കുന്നു എന്നായി പിന്നെ ലളിത. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും തർക്കവും ഒക്കെ ആയി. ദേ നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ, എൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾ വേറെ ഒരുപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നും ഇവരും ഇവരുടെ കുടുംബത്തെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോൾ ലളിത ഒച്ചത്തിൽ അങ്ങ് വിളിച്ചു പറയുന്നു. അപ്പോഴത്തേക്കും ചേച്ചിമാർ അയ്യോ പാവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ വീട്ടിലേക്ക് എൻ്റെ മോളെ അയച്ച് അവളുടെ ജീവിതം തോലയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ലളിത പറയുമ്പോഴത്തേക്കും അതെ എന്നും പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ തലയാട്ടോ കേട്ടോ. ദേ അതിനെ വീട്ടിൽ കയറുമെന്ന് തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു. നിങ്ങളെന്തിനാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, അവർ വേറെ കല്യാണം നിശ്ചയിച്ചതാണെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു നാട്ടുകാർ ഇടപെട്ടു. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ പോകാൻ നോക്കൂ സുധീഷേ. അതെ അനിമാരെ വിളിച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു നാട്ടുകാരെ. നമുക്ക് പോകാമെന്ന് പറഞ്ഞു സുധീഷ്. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്നും പറഞ്ഞ് അവരെ പറഞ്ഞിട്ടു. അപ്പോൾ ചുമ്മാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കുക, പെണ്ണിൻ്റെ പേരും പറഞ്ഞ് എനിക്ക് എൻ്റെ മോളെ മനസ്സമാധാനമായിട്ട് കെട്ടിച്ച് വിടാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ലളിത അവിടെ നിന്ന് നാട്ടുകാരോട് ഒരുമാതിരി സംസാരം. അപ്പോൾ പോയ നമ്മുടെ നിധി ഇതെല്ലാം കേട്ട് തിരിഞ്ഞങ്ങ് നിന്നു കേട്ടോ. അപ്പോൾ സുനന്ദ അവിടെ നിന്ന് ഭയങ്കര കരഞ്ഞുകൊണ്ട് സുനന്ദ അങ്ങ് കയറി പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ സുഭാഷിൻ്റെ സൈറ്റാണ് കാണിക്കുന്നത്. സുഭാഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എടാ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു എന്ന് ചോദിച്ചു. പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞു പോയിട്ട് മാസം 6 കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ബിസി ആയിരുന്നു, തിരക്കായിരുന്നു ബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആകെ കഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് ബായിയുടെ കൂടെ കൂടി ഇങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അപ്പോഴാണ് സുഭാഷിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. സുഭാഷേ ഇത് ആരാന്നേ? എടാ ഞാൻ ബാലു ആടാ വിളിക്കുന്നേന്ന് പറഞ്ഞു. ബാലു ഏത്? എടാ പ്രഭാസ് സലൂണിലെ ബാലു ആടാന്ന് പറഞ്ഞു. ബാലകൃഷ്ണ എന്താ വിളിച്ചേ? തൻ്റെ അനിയന്മാർ സുധീഷിൻ്റെ ഭാര്യയും കൂടെ ആ ഗംഗേട്ടൻ്റെ വീട്ടിൽ ഭയങ്കര അലമ്പാണല്ലോടാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് വേണ്ടി
പെണ്ണാലോചിക്കാൻ പോയതാണെന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുഭാഷിന് എൻ്റെ വീട്ടിൽ നിൽക്കാൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകണം, വേഗം തന്നെ ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പണിക്കാരോട് പറഞ്ഞു. എന്താ ഭായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭായിമാർ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, എന്തെങ്കിലും ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ പണിതോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് സുഭാഷ് വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് വീട്ടിൽ വെച്ച് അച്ഛൻ മക്കളെ വഴക്ക് പറയുകയാണ്. അവൻ്റെയൊക്കെ കാല് പിടിച്ച് നാണം കെട്ടിട്ട് വന്നില്ല, നിന്നോടൊക്കെ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ല അല്ലേടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത് കഴിഞ്ഞില്ലേ അച്ഛാ, ഇനിയിപ്പോൾ അതങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു സുധീഷ്. സുഭാഷേട്ടന് വേണ്ടി പോയി, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല, പോരേന്ന് പറഞ്ഞു. അപ്പോൾ ഉണർത്തടാ, സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണിയോയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുവാണ് സുധീഷിനോട്. അത്രയും പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ നിങ്ങളോടൊക്കെ എത്ര തവണ പറഞ്ഞതാടാ, അപ്പോൾ നിങ്ങൾക്കൊന്നും കേൾക്കാൻ വയ്യ അല്ലേ, അതെങ്ങനെയാ, ഞാൻ പറയുന്നതിന് ഒരു വിലയും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഇതിപ്പോൾ പോയാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാണെന്നും അച്ഛൻ പറയൂ കേട്ടോ. ഇതെല്ലാം കേട്ട് നിധി ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനി ആ ചായക്കട ചെന്ന് അവൻ്റെ ആ ഗംഗാധരൻ്റെ ഓഞ്ഞ ചിരിയും കൂടെ ഞാൻ കാണണമെന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇവർക്ക് ആകെ വിഷമമായി. അച്ഛൻ നിന്നങ്ങോട്ട് തിളയ്ക്കുക. എൻ്റെ പൊന്നു മോളെ, ആ വീട്ടുകാരും ഞങ്ങൾ തമ്മിലുള്ള പക ഈ ജന്മം തീരാൻ പോകുന്നതല്ല, ഈ വീടിനും പറമ്പിനും വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരാ എൻ്റെ ചേട്ടനും പെങ്ങളും എന്ന കാര്യവും അച്ഛൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഞാനും എൻ്റെ പെങ്ങളും തെരുവിലായാൽ മതിയെന്ന് ചിന്തിക്കുന്നവരവർ. അവരുടെ വീട്ടിൽ തന്നെ പോയി നാണം കെട്ട് ചീഞ്ഞ മോന്തായിട്ട് വന്നല്ലോ നിങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ ഇവർ മക്കളിങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അതല്ല, സുനന്ദയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും അവൾക്കത് ഇഷ്ടമല്ലെന്നും പിന്നെ എന്നോട് അവൾ തന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയതെന്നുള്ള കാര്യവും നിധി പറയാം. അവൾക്കെന്താ വിവരമില്ലേ, എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി അവൾക്കില്ലേ, നിന്നോട് അങ്ങനെയൊക്കെ അവൾ പറയും. എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കുന്ന ചെറുക്കൻ്റെ മുന്നിൽ തല നീട്ടി വെച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും. നിങ്ങൾ നാണം കെട്ടി തിരിച്ചു വന്നത് മാത്രം മിച്ചമായില്ലേ എന്ന് അച്ഛൻ നിധിയോടും ചോദിച്ചു. മക്കൾക്ക് സങ്കടമായി തല കുനിച്ചിങ്ങനെ നിൽക്കുക. അപ്പം മതി, ഇനി ഈ കാര്യത്തിൽ ഇത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു സുധീഷ്. അവരെങ്ങനെ പെരുമാറിയാലും നമ്മുടെ ഭാഗത്തു നിന്നൊന്ന് ശ്രമിച്ചു നോക്കി, അത്രയ്ക്ക് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു ഹരീഷും. പിന്നെ ഇതിന് ഇത്ര വലിയ നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നും ഇല്ലയെന്നും ഹരീഷ് അച്ഛനോട് പറയാം. ഇതിൽ നാണം കെടാനുള്ള വകുപ്പ് വീട്ടിലുണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പം അതെ, ഇനി അവർ ഞങ്ങൾ അപമാനിച്ചെങ്കിൽ തന്നെ അതിനുള്ള കാരണം ആരാന്ന് ചോദിച്ചു നികേഷ്. ആരാടാന്ന് അച്ഛൻ. നിങ്ങൾ തന്നെയല്ലേ എന്ന് അച്ഛനോട് ചോദിച്ചു. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട്, നിങ്ങൾ ജയിലിൽ പോയതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അച്ഛനോട് നികേഷ് പറഞ്ഞു. നികേഷ് വേണ്ടാന്ന് പറഞ്ഞു, വെറുതെ വഴക്കിടാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുഭാഷ് ദേ പണി നിർത്തി വീട്ടിലേക്ക് വരുന്നു. അതെ അവൻ വരുന്നുണ്ട്, അവനോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ. അങ്ങനെ അതും പറഞ്ഞ് അവർ നിൽക്കുന്നു. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു സുഭാഷ് വന്നു. അപ്പോൾ ദേ ഉത്തരം പറഞ്ഞു കൊടുക്കടാ എന്നച്ഛൻ. എന്താണ് നീയൊക്കെ ചെയ്തത്? അപ്പം അകത്തേക്ക് വന്ന എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് എല്ലാവരും വിളിച്ച് അകത്തേക്ക് പോകണു. സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ സുഭാഷിന് ഭയങ്കര സങ്കടമായി. നിങ്ങൾ സുനിതയുടെ വീട്ടിൽ പോയോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് കേട്ടില്ലേ, അങ്ങോട്ട് പോയോ ഇല്ലയോ എന്ന്. പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതെ നിങ്ങളും അവരുമായിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാവുകയാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞ് ഞാൻ പേടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും നിങ്ങൾ ആരും അവിടെ ഇല്ല എന്ന് സുഭാഷ് പറയുക. അന്നേരം അത് പിന്നെ സുഭാഷ് ഏട്ടാ അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ. എന്തൊന്നും ഇല്ലെന്നാടാ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റു. നീയും ഇവനും കൂടെ അവിടെ ചെന്ന് ബഹളം വയ്ക്കുന്നു ഞാൻ കേട്ടതാണല്ലോ എന്ന് സുഭാഷ്. എന്നിട്ടൊന്നും ഇല്ലെന്നോ? ദേ മര്യാദയ്ക്ക് കാര്യം എന്തെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ അതെ അയ്യോ എൻ്റെ പൊന്നുമോനെ സുഭാഷേ എന്നും പറഞ്ഞ അച്ഛൻ, നിനക്ക് വേണ്ടി ഈ വീടിൻ്റെ മരുമകളും നിന്റെ സഹോദരന്മാരും ചേർന്ന് സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോയി നാണം കേട്ട നാറാണക്കല്ലെടുത്ത് വന്ന് നിൽക്കുകയാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. സുഭാഷ് അന്തം വിട്ട് ഇവരെ നോക്കുക. എന്താടാ ഇതൊക്കെ എന്ന് ചോദിച്ചു. സുഭാഷ് പിന്നെ അവരെ ശരിക്കും വഴക്ക് പറഞ്ഞു. എന്താടാ സുധീഷ ഇതൊക്കെ, നീയൊക്കെ എന്നതാടാ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, ആരോട് ചോദിച്ചിട്ടാ നീയൊക്കെ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ നിങ്ങളൊക്കെ കൂടെ ഇരുന്ന് രഹസ്യം പറയുമ്പോൾ നീ എന്തോ ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതാ, പക്ഷേ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നും. എടാ എന്നോടൊരു വാക്ക് ചോദിക്കാൻ നിനക്കൊക്കെ ആർക്കെങ്കിലും തോന്നിയോടാന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചേട്ടാ ഒരു മിനിറ്റ്, ദേ സുനന്ദ ചേച്ചി ഏട്ടൻ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ചേച്ചിയോട് ചേട്ടന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോയതെന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി എന്നു. അപ്പം നീ മിണ്ടരുത് നിധി എന്ന് പറഞ്ഞു. ദേ എടാ ഞാൻ പറഞ്ഞോ എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ചെന്ന് പെണ്ണ് ചോദിക്കാൻ ഞാൻ പറഞ്ഞോടാന്ന് ചോദിച്ചു. പിന്നെ എന്തിനാടാ എനിക്ക് വേണ്ടി പോയി നാണം കെട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. നിങ്ങളോടൊക്കെ അവർ എത്ര മോശമായി പെരുമാറി കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ, ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്തിനാടാ അതിന് പോയി നിന്നു കൊടുത്തോന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? അപ്പം സുഭാഷേട്ടാ ഒരു തവണ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സുഭാഷ് കുറേ വഴക്ക് പറഞ്ഞു. നിങ്ങൾക്കെങ്കിലും എന്നോടൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നികേഷിനോടും ഹരീഷിനോടും സുഭാഷ് വഴക്ക് പറഞ്ഞു. അപ്പോൾ സുഭാഷേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് കയ്യെ പിടിച്ചപ്പോഴത്തേക്കും വീട്ടിൽ പോടാന്നും പറഞ്ഞിട്ട് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം അവരിത്രയും മോശമായിട്ട് പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് നിധി അനിയന്മാരോട് പറയുവാണ്.
ആദ്യം വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നിധി പറഞ്ഞു. അപ്പോൾ സാരമില്ല ഏട്ടത്തി, അത് വിട്ട് കളയാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് നടക്കില്ല എന്നുള്ള മനസ്സിലായില്ലെന്ന് ചോദിച്ചു ഹരീഷും നികേഷും അങ്ങോട്ടേക്ക് പോയി. പിന്നെ സുധീഷും സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക നിധിയുടെ അരികിൽ നിന്ന്. അത് കഴിയുമ്പോൾ നിധി നേരെ സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നു. സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ആ മോളോ, പറ മോളെ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അത് നടന്ന കാര്യങ്ങൾക്ക് അവരാരും അല്ല കാരണം സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടാ അവരതൊക്കെ ചെയ്യാൻ വന്നതെന്നുള്ള കാര്യം നിധി അന്നേരം സുഭാഷിനോട് പറയുവാണ്. ആദ്യം അവരെല്ലാവരും വരില്ല എന്ന് പറഞ്ഞതാ, ഞാനാ അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതെന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ എന്നോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ വന്നതാ, തെറ്റ് എൻ്റെ സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാഗത്തല്ല എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയൂ കേട്ടോ. അപ്പോൾ മോളെ, എനിക്ക് എന്താ നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു സുഭാഷ്. നീ എന്തിനാ അവരുടെ മുമ്പത്ത് പോയി നിന്ന് നാണം കിടുന്നേ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി. അപ്പോൾ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിധി സുഭാഷിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.